ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായി ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കോർണേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. തീരെ ഗ്യാപ്പ് ഇല്ലാത്ത വിധം ഈ ബ്രെഡ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ടയും ആവശ്യത്തിന് പഞ്ചസാരയും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മുട്ട ഒന്ന് ഇളകി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ബ്രെഡിൻ്റെ അറ്റം ഞാൻ വെട്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സ് ഇതിൽ വെച്ച് വേവിച്ചെടുക്കാം. അടുത്ത ലെയർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ടയും ലേശം പഞ്ചസാരയും 1 സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു ചോക്ലേറ്റ് ലെയറാണ് ഉദ്ദേശിക്കുന്നത്. ഈ മിക്സിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ ലേശം ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഫസ്റ്റ് ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. പുഡിംഗ് റെഡിയായിട്ട് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു രൂപം ഉണ്ടാവും. എഡ്ജസ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ലേശം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് റെഡിയായ പുഡിങ്ങിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. One to 2 hours ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. എന്ത് രസത്തിൽ നമ്മൾ പുഡിംഗ് ഇങ്ങനെ ലെയറായി വന്നിരിക്കുന്നത് നോക്കൂ. നിങ്ങളെല്ലാവരും ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.